നമസ്കാരം. പ്രധാന വാർത്തകൾ. നിർത്തിവെച്ച പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടി മെയ് 13 മുതൽ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടികൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരം മെയ് 13 തന്നെ നടക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിർത്തിയിൽ ഇന്ത്യ പാക് സംഘർഷാവസ്ഥ നിലനിന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ വാർഷിക പരിപാടികൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചിരുന്നു. വെടിനിർത്തൽ നിലവിൽ വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പരിപാടികൾ നടത്താൻ തീരുമാനമായത്. ജില്ലാതല സംസ്ഥാന യോഗങ്ങളും എന്റെ കേരളം പ്രദർശനവും മേഖലാ അവലോകന യോഗങ്ങളും മെയ് 13 മുതൽ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും. മാറ്റിവെച്ച മലപ്പുറം ജില്ലാതല യോഗം ഉൾപ്പെടെ 13 വരെ നിശ്ചയിച്ചിരുന്ന മറ്റു യോഗങ്ങളുടെ തീയതി പിന്നീട് അറിയിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത ഖത്തർ. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ സംഘർഷം അവസാനിപ്പിച്ച് വെടിനിർത്തൽ കരാറിൽ എത്തിയതിനെ ഖത്തർ സ്വാഗതം ചെയ്തു. വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇരു രാജ്യങ്ങളുടെയും സമാധാനത്തോടെയുള്ള പ്രതിബദ്ധതയും സമവായത്തോടെ സുസ്ഥിര സമാധാനവും കൈവരിക്കാനുള്ള ശ്രമങ്ങളും പ്രതിഫലിപ്പിക്കുന്നതാണ് കരാറെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വെടിനിർത്തൽ സാധ്യമാക്കുന്നതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ശ്രമങ്ങൾക്ക് ഖത്തറിന്റെ അഗാധമായ നന്ദിയും മന്ത്രാലയം അറിയിച്ചു. സംഘർഷങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിനും പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ സമാധാനം, സ്ഥിരത, വികസനം, സമൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഖത്തർ പൂർണ്ണ പിന്തുണ ആവർത്തിച്ചു. മത്സ്യബന്ധനം കഴിഞ്ഞ് കരയിൽ കയറ്റിയ ചെറുവള്ളം കത്തിയ നിലയിൽ. എറണാകുളം ഫോർട്ട് കൊച്ചി ബീച്ച് റോഡിൽ ചെറുവള്ളം കത്തി നശിച്ചു. ഡെയ്സൺ എന്ന മത്സ്യത്തൊഴിലാളിയുടെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് കത്തിയത്. പുലർച്ചെ 5 മണിയോടെ വള്ളം തീപിടിച്ച് കത്തുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ശനിയാഴ്ച മത്സ്യബന്ധനം കഴിഞ്ഞ് കരയിൽ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു വള്ളം. തോപ്പുംപടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കോന്നി കുളത്തുമണ്ണിൽ ഷോക്കേറ്റ കാട്ടാന ചരിഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന്. കുളത്തുമൺ ക്ഷേത്രത്തിന് സമീപം കൈതകൃഷിക്ക് ചുറ്റും സ്ഥാപിച്ചിരുന്ന ഫെൻസിംഗിൽ നിന്നുമാണ് ആനയ്ക്ക് ഷോക്കേറ്റത്. ഏതാണ്ട് 20 വയസ്സ് പ്രായമുള്ള കൊമ്പനാനയാണ് ചരിഞ്ഞത്. ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംഭവത്തിൽ വനംവകുപ്പ് കേസെടുക്കും. ആനശല്യം രൂക്ഷമായ പ്രദേശമാണ് കലഞ്ഞൂർ പഞ്ചായത്തിലെ കുളത്തുമൺ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് നിരവധി പേരുടെ കൃഷി കാട്ടാന നശിപ്പിച്ചിരുന്നു. ബെഹ്ലിഹാർ ജലവൈദ്യുത ഡാമിന്റെ ഒരു ഷട്ടറും കൂടി തുറന്ന് ഇന്ത്യ. പാകിസ്ഥാനിലേക്ക് ജലമൊഴുകുന്ന ചെനാബ് നദിയിലെ ബെഹ്ലിഹാർ ജലവൈദ്യുത ഡാമിന്റെ ഒരു ഷട്ടറും കൂടി തുറന്ന് ഇന്ത്യ. ചെനാബ് നദിയിലെ മറ്റൊരു അണക്കെട്ടായ സലാൽ അണക്കെട്ടിന്റെയും കൂടുതൽ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ചെനാബ് നദിക്ക് കുറുകെ റിയാസിൽ സ്ഥിതി ചെയ്യുന്ന സലാർ അണക്കെട്ടിന്റെ 12 ഷട്ടറുകളാണ് തുറന്നത്. മഴ ശക്തമായതോടെയാണ് ഷട്ടറുകൾ തുറക്കേണ്ടി വന്നതെന്നാണ് വിശദീകരണം. വെള്ളം കുത്തിയൊഴുകി തുടങ്ങിയതോടെ പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രളയസാധ്യത നിലനിൽക്കുകയാണ്. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് ഒരു തുള്ളി വെള്ളവും കൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച് 2 അണക്കെട്ടുകളുടെയും ഷട്ടറുകൾ ഇന്ത്യ അടച്ചിരുന്നു. ഷട്ടറുകൾ തുറന്നതോടെ പാകിസ്ഥാനിൽ ചെനാബ് നദിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയരുമെന്നാണ് റിപ്പോർട്ട്.